ഹലോ ഗായ്സ്, വെൽക്കം ടു ഗ്ലാം ഫാമിലി അറ്റ് ധന്യ. നീണ്ട 16 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ നമുക്ക് കിട്ടിയ ഫിലിമാണ് ആടുജീവിതം ദ ഗോട്ട് ലൈഫ്. ബെന്യാമിൻ്റെ ആടുജീവിതം എന്നുള്ള നോവല് നമ്മളെല്ലാവരും വായിച്ചതാണ്. നമ്മൾ ആ നോവൽ വായിച്ചു കഴിഞ്ഞതിന് ശേഷം ഇങ്ങനൊരു ഫിലിം ഇറങ്ങുന്നുണ്ടെന്നുള്ള അറിഞ്ഞത് മുതൽ നമ്മളിങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. ഏത് രീതിയിലായിരിക്കും ചിത്രീകരണം നടക്കുക, ഏത് രീതിയിലായിരിക്കും അത് പ്രസൻറ്റ് ചെയ്യുക എന്നൊക്കെ ആലോചിച്ചിട്ട് അങ്ങനെ അവസാനം ആടുജീവിതം എന്നുള്ള ഫിലിം നമ്മുടെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. ഞങ്ങൾ ഇന്നലെ ഫിലിം കണ്ടു. ഇവിടെ ആഫ്രിക്കയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഫസ്റ്റ് ഷോയ്ക്ക് തന്നെ ഞങ്ങൾ പോയി. ഫസ്റ്റ് റിലീസ് തന്നെ ആയിരുന്നു ഇന്നലെ 28-ന്. ബ്ലെസ്സി എന്ന സംവിധായകനും പൃഥ്വിരാജ് എന്ന നടനും ഒരു ബിഗ് സല്യൂട്ട് കൊടുത്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇതിലുള്ള മെയിൻ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് നജീബായിട്ട് പൃഥ്വിരാജും, അതുപോലെ സൈനു ആയിട്ട് അമല പോളും, പിന്നെ ഹക്കീം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്യാരക്ടർ ഉണ്ട്, പൃഥ്വിരാജിൻ്റെ ഫ്രണ്ടായിട്ട്. കൂടെ മരുഭൂമിയിലേക്ക് വരാൻ വേണ്ടിയിട്ട് കൂടെ ഉണ്ടായിരുന്ന ഒരു ഫ്രണ്ടാണ് ഹക്കീം. അപ്പോൾ ഹക്കീമായിട്ട് ഗോകുലുമാണ് ചെയ്യുന്നത്. ഒന്നും പറയാനില്ല, അടിപൊളി ഫിലിം. നമുക്ക് ഇതുവരെ കണ്ടിട്ടുള്ള പൃഥ്വിരാജിൻ്റെ അഭിനയമല്ല നമുക്കതിൽ കാണാൻ പറ്റുന്നത്. ഫസ്റ്റ് ഹാഫിലൊക്കെ നമ്മൾ പൃഥ്വിരാജിൻ്റെ സാധാ പൃഥ്വിരാജ് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള അഭിനയമായിട്ട് തന്നെ കാണാം. പക്ഷെ സെക്കൻഡ് ഹാഫിലേക്ക് പൃഥ്വിരാജ് എന്ന നടനെടുത്തിട്ടുള്ള ആ ട്രാൻസ്ഫോർമേഷനും, അതുപോലെ ഒരു മനുഷ്യന് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ അതിശയിച്ചു പോകും. തിയേറ്ററിൽ ഇരുന്നിട്ട് ഞാൻ എൻ്റെ അമ്മയെന്ന് വിളിച്ചുപോയി. അത്രയൊരു ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ ഒരു ലെവലുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് നമുക്ക് ആ ഫീല് കിട്ടുന്നുണ്ട്. ക്ലാസിക് മൂവി ആയതുകൊണ്ട് തന്നെ കുട്ടികളെല്ലാവരും ഇത് എത്രത്തോളം എൻജോയ് ചെയ്യണമെന്നില്ല. പക്ഷെ നമ്മൾ ഇതിൽ പറഞ്ഞിട്ടുള്ള ലൈൻ പോലെ നാം അനുഭവിക്കാത്ത ജീവിതങ്ങൾ നമുക്ക് വെറും കെട്ടുകഥകൾ മാത്രമാണെന്നുള്ള ഒരു ലൈൻസ് പറയുന്നുണ്ട്. അത് എത്ര കറക്റ്റാണെന്നറിയോ? ഇതിലെ ക്യാരക്ടർ നമ്മളായിട്ട് സങ്കല്പിച്ചിട്ട് നമ്മളിത് കാണുമ്പോൾ നമ്മളിത് മുഴുവനായിട്ട് ഇരുന്ന് കണ്ടുപോകും. പൃഥ്വിരാജിൻ്റെ അഭിനയത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, അത് മാസാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ മാസ് അഭിനയത്തോട് കൂടെ നിൽക്കുന്ന അഭിനയമായിരുന്നു ഹക്കീം എന്ന ഗോകുലിൻ്റെ ക്യാരക്ടറും. അത് അവസാനം നമുക്ക് ആദ്യമൊന്നും അത്ര സീരിയസ് ആയിട്ട് നമ്മൾ എടുക്കില്ല. ലാസ്റ്റ് നിമിഷത്തേക്ക് ഗോകുലിൻ്റെ അഭിനയം ഉണ്ടല്ലോ, അത് പൊളിച്ചു. ബ്ലെസ്സി എന്നുള്ള സംവിധായകൻ കറക്റ്റ് ആളെയാണ് ആ സ്ഥാനത്തേക്ക് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ശരിക്കും നമ്മളൊക്കെ ജീവിക്കുന്നത് സ്വർഗത്തിലാണ്. 3 വർഷവും 4 മാസവും 9 ദിവസവും ഒക്കെ ഒരു മനുഷ്യൻ വെള്ളം തൊടാതെ ജീവിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് കുളിക്കാതെ നനയ്ക്കാതെയൊക്കെ നമുക്കൊന്നും ശരിക്കും സങ്കല്പിക്കാൻ പോലും പറ്റാത്ത ഒരു ജീവിതമാണ് നജീബ് അവിടെ ജീവിച്ചു തീർത്തത്. സൈനു നജീബിൻ്റെ റൊമാൻറ്റിക് സീൻസ് അതെനിക്ക് ഒത്തിരി ഇഷ്ടമായി. പിന്നെ AR റഹ്മാൻ്റെ മ്യൂസിക് കൂടി അതിലേക്ക് വന്നപ്പോൾ, AR റഹ്മാൻ്റെ മ്യൂസിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇവരുടെ റൊമാൻറ്റിക് സീൻസിലും വരുന്നുണ്ട്, പിന്നെ ആ ഡെസേർട്ടിലുള്ള സമയത്തും വരുന്നുണ്ട്. രണ്ടും ഇമോഷണൽ അറ്റാച്ചിലൂടെ നമ്മളെ പിടിച്ചു കെട്ടുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഈ ചിത്രത്തിലെ ചില സീൻസൊക്കെ കണ്ടപ്പോൾ എനിക്ക് എൻ്റെ ജീവിതമാണ് ഓർമ്മ വന്നത്. അമലാപ്പോൾ പൃഥ്വിരാജിനെ യാത്രയാക്കാൻ വേണ്ടി നിൽക്കുന്നൊരു സീനുണ്ട്, അത് റെയിൽവേ സ്റ്റേഷനിൽ. ഇതുപോലെ ഞാനും നിന്നിട്ടുണ്ടായിരുന്നു റെയിൽവേ സ്റ്റേഷനിൽ ശരത്തേട്ടനെ യാത്രയാക്കാൻ വേണ്ടിയിട്ട്. ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് നമുക്ക് ആ സമയത്ത് നമ്മൾ എന്താ പറയേണ്ടതെന്ന് നമുക്കറിയില്ല. ഫസ്റ്റ് ആദ്യം തന്നെ ശരത്തേട്ടൻ ആഫ്രിക്കയിലേക്ക് വരുന്ന സമയത്ത്, അപ്പോൾ ആഫ്രിക്ക എന്ന് പറഞ്ഞാൽ എന്താണെന്നും ഏതാണെന്നും ഒന്നും അറിയാത്ത ഒരു കാലം. അപ്പം ആ സമയത്ത് നമുക്ക് ആഫ്രിക്കനെ കുറിച്ച് ഒന്നും അറിയില്ല. അങ്ങനെയുള്ള ആ സമയത്ത് നമ്മൾ എന്ത് വിചാരിച്ചിട്ട് എന്ത് വിശ്വസിച്ചിട്ടാണ് പറഞ്ഞയക്കുക, ഒരു സങ്കടവും ആ പേടിയും അതെല്ലാം ആ സൈനുവിൻ്റെ കണ്ണിൽ കാണുന്നുണ്ടായിരുന്നു. അന്ന് ഞാൻ അനുഭവിച്ച അതേ രീതിയിലാണ് എനിക്ക് സൈനുവിനെ അവിടെ കാണാൻ പറ്റിയത്. പൃഥ്വിരാജിന് മേക്കപ്പ് ചെയ്തിരിക്കുന്നത് രഞ്ജിത്ത് അമ്പാടിയാണ്. 2019 നാഷണൽ അവാർഡ് വിന്നറാണ്. നമുക്ക് എവിടെയും ഒരു ഭാഗത്തും നമുക്കൊരു ഓവറായിട്ട് നമുക്കൊരു ഫീല് തോന്നില്ല. ഇതിൽ സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത് സുനിൽ KS ആണ്. അപ്പോൾ നമുക്ക് നാട്ടിലെ നനവൂറുന്ന ഓർമ്മകളിൽ നിന്ന് മരുഭൂമിയുടെ ചൂട് പിടിക്കുന്ന ദൃശ്യങ്ങളിലേക്ക് മാറുന്ന സമയത്ത് രണ്ടും നമുക്ക് വ്യത്യസ്തമായി തന്നെ നമുക്ക് മനസ്സിലാവും, നമുക്ക് ആ ഫീല് കിട്ടും. അങ്ങനെ ആഫ്രിക്കയിലെ ഗാനയിൽ ഈ ഫിലിം വന്നപ്പോൾ ഇത് കണ്ടിറങ്ങിയിട്ടുള്ള നമ്മുടെ കൂട്ടുകാരുടെ റിയാക്ഷൻസും റിവ്യൂസും ഒക്കെ എന്തൊക്കെയാണെന്ന് നമുക്കിനി നോക്കിയിട്ട് വന്നാലോ. പൃഥ്വിരാജിൻ്റെ ആരെങ്കിലാണോ?
ഫിലിമിനെ കുറിച്ച് റിവ്യൂ എന്തെങ്കിലും പറയും? എങ്ങനെയുണ്ട് ഫിലിം? പൃഥ്വിരാജിന്റെ അഭിനയമൊക്കെ എങ്ങനെയുണ്ട്? ഇഷ്ടമായോ ഫിലിം? എങ്ങനെയുണ്ട് പൃഥ്വിരാജിന്റെ ഫിലിം അഭിനയമൊക്കെ? വേറെന്താ പറയാനുള്ളത് ഫിലിമിനെ കുറിച്ച് കാണാത്തവർക്ക്? എല്ലാവരും വന്ന് തിയേറ്ററിൽ കാണണം. ഇഷ്ടമായോ? എന്താ പൃഥ്വിരാജിന്റെ അഭിനയത്തിനെ കുറിച്ചൊക്കെ എന്താ പറയാനുള്ളത്? പടം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കുറേ നാൾക്ക് ശേഷമാണ് ഒരു മലയാളം പടം ഇവിടെ റിലീസ് ചെയ്തത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. ഹലോ, ഫിലിം എങ്ങനെ ഇഷ്ടമായോ? ഫിലിം എന്താ ഫിലിമിനെ കുറിച്ച് എന്തൊക്കെയാ പറയാനുള്ളത്? പറയുകയാണെങ്കിൽ ഓസ്കാറിനുള്ള എല്ലാവരും എന്തായാലും ഉണ്ട്. ഒരു രക്ഷയില്ല, അവസാനിക്കുമ്പോഴേക്കും ഇമോഷണലായി പോകും. എന്താ ആഫ്രിക്കയിൽ നിൽക്കുന്ന നമ്മള് ഈ ഫിലിം കണ്ടിട്ട് എന്താണ് പറയാനുള്ളത്? കരഞ്ഞു തോന്നണോ? കരഞ്ഞോ? ഫിലിമിനെ കുറിച്ച് പ്രത്യേകിച്ച് എന്താ പറയാനുള്ളത്? ഇല്ലേ, ഒന്നും പറയാനില്ലേ? എന്താ പറയണ? അടിപൊളി അടിപൊളി പടം. അനുപേടാ അടിപൊളി പടം. ഫിലിം ഇഷ്ടമായോ? എന്ത് നന്നായിട്ട് നമ്മള് ആഫ്രിക്കയിൽ നിൽക്കുന്ന സമയത്ത് എന്ത് തോന്നണോ? പ്രവാസിയായ നമ്മളിത് കാണുന്ന സമയത്ത് വീട്ടിലേക്ക് തിരിച്ചു പിടിക്കുന്നു. അടിപൊളി പടം, പക്ഷെ നല്ല മനക്കെട്ടി വേണം കണ്ടോണ്ടിരിക്കാൻ അല്ലേ? ലാഗ് ആവുന്നുണ്ടോ? ലാസ്റ്റിലേക്ക് ലാഗ് ആവുന്നുണ്ടോ? ലാഗിങ് അല്ല, അത് ആ ഫീലിലൂടെ തന്നെ കണ്ടിരിക്കണം അല്ലേ? എനിക്കൊക്കെ ഒരു പാനിക് അറ്റാക്ക് വന്നോ എന്നൊരു ഡൗട്ട് വന്നു. കരഞ്ഞു? മക്കളോ? ഇങ്ങനെ ഇഷ്ടായോ? എന്താ പറയാനുള്ള? നോവല് വായിച്ചിട്ടുള്ളത്, അപ്പൊ കാണാൻ നോവൽ ആദ്യം വായിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അത്ര ആകാംക്ഷയോട് അപ്പൊ ലസ്സിന്റെ കഴിവ്. എങ്ങനെയുണ്ട് ഫിലിം? ഇഷ്ടമായോ? പൃഥ്വിരാജിന്റെ അഭിനയത്തിനെ കുറിച്ചൊക്കെ എന്താ പറയാനുള്ളത്? AR റഹ്മാന്റെ മ്യൂസിക് ഇഷ്ടമായി? അഭിപ്രായം, ഞാനിത് നോവൽ നേരത്തെ വായിച്ചിട്ടുണ്ട്. ബെന്യാമിന്റെ വായിച്ചിട്ടുണ്ട് നേരത്തെ. അത് നമ്മളൊരു ഭയങ്കര വേറൊരു ഫീലിംഗ് ആണ്. പക്ഷേ ഈ സിനിമ വന്നപ്പോൾ ആ ഒരു ഫീൽ കിട്ടാത്ത പോലെ തോന്നി. അത് നല്ല പടം. അടിപൊളി പടമായിരുന്നു. പൃഥ്വിരാജ് ഒരു രക്ഷയില്ല, തകർപ്പൻ അഭിനയം. മലയാള ഇൻഡസ്ട്രിയിൽ നിന്ന് ഇതുപോലുള്ള നല്ല നല്ല ചിത്രങ്ങൾ ഇനിയും പുറത്തിറങ്ങട്ടെ. അപ്പം നമ്മുടെ വീഡിയോ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയുമായിട്ട് കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്.